ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം. എന്താണ് മൂന്നാം ചലന നിയമം എന്ന് ചോദിച്ചാൽ, എവറി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ റിയാക്ഷൻ. ഇതാണ് അതിൻ്റെ ഒരു ഷോർട്ട് ഫോം എന്ന് പറയുന്നത്. അതായത് എല്ലാ ആക്ഷനും എന്ത് ആക്ഷനാണോ നടന്നത് അതുപോലെ തന്നെ ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ അവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. ഇതിൻ്റെ ഏറ്റവും സിമ്പിൾസ്റ്റ് വേർഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ നടക്കുമ്പം സ്വാഭാവികമായിട്ട് നമ്മൾ നടക്കുമ്പം ഭൂമിയിലേക്ക് നമ്മൾ എന്തോരം പ്രഷർ അപ്ലൈ ചെയ്യുന്നു അത്രയും തന്നെ പ്രഷർ ഭൂമി നമ്മളിലേക്കും അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഭൂമി ആയതുകൊണ്ടും വളരെ എനർജറ്റിക്കായ ഒരു മാസ് ആയതുകൊണ്ടും അതിലേക്ക് നമ്മൾ കൊടുക്കുന്ന പ്രഷർ അത് അറിയുന്നില്ലെന്നേ ഉള്ളൂ. എന്നാൽ ഒരു വെള്ളത്തിലേക്ക് ഒരു തടി ഇട്ടിട്ട് നമ്മൾ നമ്മുടെ പ്രഷർ അപ്ലൈ ചെയ്താലോ, ഈ പ്രഷർ എന്തോരം ഉണ്ടോ അത്രയും അത് ഭൂമിയിലേക്ക് താഴും, വെള്ളത്തിലേക്ക് താഴും. കാരണം ഈക്വൽ പ്രഷർ നമ്മൾ കൊടുക്കുന്ന അതിന് തുല്യമായ ഒരു ഈക്വൽ പ്രഷർ അവിടെ നിന്നും അപ്ലൈഡ് ആവും. ഇതാണ് ഇതിൻ്റെ ഒരു രത്നച്ചുരുക്കം എന്ന് പറയുന്നത്. ഈ സമവാക്യമാണ് എൻജിൻ യുഗത്തിന് തുടക്കം കുറിച്ചത്. അതായത് മിഷനുകളിൽ പ്രവർത്തിക്കാൻ വേണ്ട എൻജിൻ എനർജി, അത് ഒന്നും കൂടി വിശദമായിട്ട് പറഞ്ഞാൽ റോക്കറ്റ് യുഗത്തിന് തുടക്കം കുറിച്ചത് ശരിക്കും പറഞ്ഞാൽ ന്യൂട്ടൻ്റെ ഈ മൂന്നാം ചലന നിയമമാണ്. കാരണം റോക്കറ്റുകൾ എങ്ങനെയാണ് ആകാശത്തേക്ക് പോകുന്നത്? കാരണം ഒരു ഓപ്പോസിറ്റ് ആക്ഷൻ അവിടെ കൊടുക്കുക, ആ ആക്ഷന് എതിരായിട്ട് ഒരു റിയാക്ഷൻ ഉണ്ടാവുക, അങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്. റോക്കറ്റുകൾ എങ്ങനെയാണ് ആകാശത്തേക്ക് പോകുന്നത്? റോക്കറ്റിൻ്റെ പുറകിലിരിക്കുന്ന എൻജിനുള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന വാതകം കത്തുന്ന ശക്തി കൊണ്ട് അതെങ്ങോട്ടാണ് കത്തുന്നത്? അത് പുറകോട്ട് ശക്തി ഉപയോഗിക്കുമ്പം അതിന് തുല്യമായിട്ട് റോക്കറ്റ് മുന്നിലേക്ക് കുതിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ആ ന്യൂട്ടൻ്റെ എവറി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ റിയാക്ഷൻ എന്നുള്ള പ്രിൻസിപ്പിൾ അപ്ലൈഡായ ഏറ്റവും വിസിബിളായ മേഖല. കാണാവുന്ന രീതി ഇതാണ്. എൻജിനുകളിലെ സംവിധാനവും എല്ലാ എൻജിനിലും ഒരു ഇന്ധനം കത്തുമ്പം അതിനനുസരിച്ച് മുന്നോട്ട് കുതിക്കാനുള്ള ഒരു പ്രഷർ ഉണ്ടാകുന്നുണ്ട്. അത് റോക്കറ്റുകളിലാണ്. റോക്കറ്റ് വസന്തമാണ് ഈ ഒരു ആശയം വെച്ച് ഉണ്ടാക്കാനായിട്ട് സാധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിസിബിൾ ഫോമിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന ഒരു ടെക്നോളജി എന്ന് പറയുന്നത്. ഇതാണ് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം.